ഡീസൽ അടിച്ച് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴാണ്. വീണ്ടും 15 മിനിറ്റ് എടുക്കുമെന്നാണ് പറയുന്നത്. ഹീറ്റ് ആവണം കേട്ടോ, ഇത് എഞ്ചിന് ഹീറ്റ് ആയാലേ പോകാൻ പറ്റത്തുള്ളൂ. ഈ ഡീസലിന് ഇവിടെ നിന്ന് പോയി ആളെ രക്ഷിക്കേണ്ടവരെന്ന് വിചാരിക്കണ്ട. ഈ ഡീസൽ അടുത്ത പ്രാവശ്യം വിട്ടിട്ട് ഈ ഡീസൽ വേറെ ആർക്കെങ്കിലും കച്ചവടം ചെയ്തിട്ട് ഈ സാധനം ഇവിടെ തന്നെ കിടക്കും. എന്നിട്ട് ഇവിടെ എവനെങ്കിലും ചെന്ന് മത്സ്യത്തൊഴിലാളി കൊണ്ടുവരുന്ന ആളിനെ ഇവ അവിടെ ചെന്നിട്ട് ആളിനെ ഇതിൽ കയറ്റി കൊടുക്കാൻ പറയും. ഇവന്മാരെ പരിപാടി തന്നെ. കഴിഞ്ഞ വർഷം ഞങ്ങൾ ആളെ കൊണ്ടുവന്നപ്പോൾ ഇവന്മാർ അവിടെ വന്നിട്ട് ആളെ ഇങ്ങോട്ട് കയറ്റാ ഞങ്ങളവിടെ കൊണ്ടുപോയി. ഈ ആഴ്മല 2 പയ്യന്മാർ ഇവിടെ നടന്നിട്ട് ഇത്രയും സാധനം ഇവിടെ കിടന്നവർ കൊടുത്ത് രക്ഷിക്കാൻ പറ്റില്ല. പിന്നെ എന്ത് സാധനങ്ങൾ ഇവിടെ പ്രശ്നം കാണി വേണ്ടി ഇതുപോലെ പ്രശ്നം വരുമ്പോൾ ആരെങ്കിലും വരുമ്പോൾ മാത്രമേ ഇവിടെ ശോധന അടിക്കുക. അല്ലാതെ ഒറ്റ ജോലി ഇവിടെ ചെയ്യത്തില്ല. അതുകൊണ്ട് ശമ്പളം കിട്ടില്ല. ഇവർക്ക് എന്തിനാ ശമ്പളം വാങ്ങിച്ചു കൊടുക്കുന്ന ജോലിയാണ് നമുക്കുള്ളത്. ഇന്ന് ഇവിടെ നിന്ന് ഫിഷറീസ് ഓഫീസിൽ ചെന്ന് ഹോസ്റ്റലിൽ ചെന്ന് അവിടെ ചെല്ലുമ്പോൾ ഇവിടെ പോ, ഇവിടെ ചെല്ലുമ്പോൾ അവിടെ പോ. ചുമ്മാ എന്തിനു പറഞ്ഞാലും എന്തിനു കെട്ടിട്ടിരിക്കുന്ന ഞാൻ ഫോൺ ചെയ്യണം. അയാൾ നമ്പർ എടുത്തുണ്ട്. ഉറങ്ങാനാണ്. കഞ്ചാവടി എല്ലാ കുഞ്ഞുവണ്ടിമാരും ഒരു ബുദ്ധിമോശമായിട്ട് പറഞ്ഞു ഉടനെ ജാതി വിളിച്ചിടും. എല്ലാം കാണിക്കുന്നു. പക്ഷെ ഞങ്ങൾ അനങ്ങാ ചെന്നരാമ അല്ല വരട്ട് കേട്ടാ. എല്ലാം ഡീസൽ അടിക്കാതെ ഈ ഡീസൽ നിങ്ങൾ നാളെ മറ്റേ വരുമ്പോൾ ഈ ഡീസൽ ഇവിടെ കാണത്തില്ല. ഈ ഡീസൽ ഉമാരെ കട്ടുവിട്ടിട്ട് ഇതിന് പറയുക ഡീസൽ ഇല്ല, എഞ്ചിന് കംപ്ലൈന്റ്. ഇതെന്നാ പറയും ജോലി മൊത്തത്തിൽ ഇവിടെ ഇവിടെ കിടക്കുന്ന ഈ ഒരൊറ്റ സാധനം പ്രവർത്തിക്കുന്ന സാധനമല്ല. മൊത്തം ഉപയോഗിച്ച് ഈ പണിക്കാർ ഇവരെ ഇവിടെ ചുമ്മാ മൊബൈൽ ഇതൊരു ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എന്തിനു ഞാൻ ജട്ടിയിൽ കെട്ടിയിരിക്കുന്ന ആംബുലൻസിനെതിരെ ഞങ്ങളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഒരു ഉപയോഗമില്ലാത്ത ഒരു ആംബുലൻസ് ആണ് വിഴിഞ്ഞം ജട്ടിയിൽ കെട്ടിയിരിക്കുന്നത്. വർഷങ്ങളായി മേഴ്സിക്കുട്ടി അമ്മ ഫിഷറീസ് മന്ത്രിയായിരുന്ന സമയം കേരളത്തിന് സമ്മാനിച്ച 3 ആംബുലൻസ് ബോട്ടിൽ ഒന്നാണ്. നിലവിൽ ഒരു ഉപയോഗമില്ല. അത് മാത്രമല്ല, റെസ്ക്യൂ ചെയ്യാന് ഒരു ബോട്ട് പോലും നിലവിൽ നമ്മുടെ വിഴിഞ്ഞത്തില്ലെന്നാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ ട്രോളിംഗ് നിരോധനം കാരണം 2 ബോട്ട് നമ്മുടെ കൊല്ലത്തുനിന്ന് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഒരു കേദാർനാഥ് എന്ന് പറയും, അതുപോലെ ഒരു ആഴിമല ശിവൻ എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഇന്നലെ എഗ്രിമെന്റ് കഴിഞ്ഞതാണ്. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് കാരണം അതിനെ നിലനിർത്തിക്കൊണ്ട് ഇനി ഒരു പുതിയ ബോട്ട് വരുന്നത് വരെ വെയിറ്റിംഗ് എന്നാണ് പറയുന്നത്. അവനെന്തെങ്കിലും സംഭവിക്കുമ്പോൾ 12 പലവില്ലാതെ ജീവിതം എങ്ങനെ പോകും? എല്ലാം നോക്കിയിട്ട് തമിഴ്നാട് പിടിക്കണോ കേരളത്തിൽ അതിനെല്ലാം പിടിച്ച് പൈസ വാങ്ങിക്കാൻ വേണ്ടി അമ്മക്കറിയാം. ബുദ്ധിമുട്ട് വരുമ്പോൾ എടുത്ത് മാറ്റിയത് നിങ്ങൾ ഗവൺമെന്റ് സ്റ്റാഫ് ഇതിനെ കൂടെ എടുത്ത് മാറ്റി. ഈ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് കഴിവില്ലാത്ത അന്നന്ന ജീവിതത്തിന് പോണമാരെ നിങ്ങൾ തടഞ്ഞിന്റെ പൈസ പിടിച്ച് വാങ്ങിക്കണം. ഈ സാധനത്തിലൂടെ ഒരു വാരം എടുത്ത് മാറ്റാൻ പറ. ഗവൺമെന്റ് സാധനം എതിർത്ത് മാറ്റി നിങ്ങൾ ഇറങ്ങുമോ മേഡം? ഇറങ്ങുമോ? ഈ സാധനം പ്രതീക്ഷയിലുണ്ടോ? പ്രതീക്ഷ എന്നാണ് പേര്. പ്രതീക്ഷ എന്തെങ്കിലും ഉണ്ടോ മേഡം? പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ടാക്സ് അടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും 2 ദിവസം വേണ്ടി മേഡം 25,000 30,000 പെറ്റി അടിക്കാൻ വേണ്ടി മേഡത്തിന് എന്തായാലും നല്ല കയ്യിൽ നീളമുണ്ട്. ഇത്രയും ദിവസമായിട്ട് ഇത്രയും കാറ്റും ഗോളും ഉണ്ടായിട്ടും മേഡത്തിന്റെ അണ്ടറിൽ വരുന്ന ഒരു ബോട്ട് ഈ ജെട്ടിയിൽ നിന്ന് വെളിയിൽ പോകാൻ വേണ്ടി പോലും പറ്റുന്നില്ല. ഇപ്പോഴും ആക്ഷൻ ചൂടാകാൻ വേണ്ടി എന്താണ് മേഡം പോയത്? ഏതാ പോയത്? വാടക ബോട്ടാണ് പോയത്. എച്ചടിക്കാൻ വേണ്ടി മിടുക്കലാണ് എല്ലാവരും. എഴുതി കൊടുക്കാൻ മിടുക്കലാണ്. എത്ര പാവപ്പെട്ടമാരെ എത്ര കഷ്ടപ്പെടും നിങ്ങൾ? നിങ്ങളെ പോലുള്ളവർ വന്നോണ്ട് ഈ സാധനത്തിൽ ഡീസൽ അടിച്ചിട്ട് കൊടുത്തിട്ട് നിങ്ങൾ പോകും. ഇതിനെ ഏതൊക്കെ മോടിച്ച് വിട്ടിട്ട് നാളെ ഇതിന് സാധനം ഇല്ല. ഇവിടെ ഇല്ല. ഇവര് ഈ ഒരു വർഷത്തിന് നിങ്ങൾ ലിസ്റ്റ് അടിക്കും. ഇവർ കൊണ്ടുവന്ന ആളുടെ പേര് ഇവർ ഈ ഒരു വർഷം ലിസ്റ്റ് അടിച്ച ആളുടെ പേര് ഈ തിരമാല ഇവര്